ഹായ് എവരിവൺ, നമസ്കാരം. എല്ലാവർക്കും ഓക്സി മെഡിറ്റേഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വളരെയധികം റിലാക്സായി, നല്ല ഫ്രഷായി, അതിലുപരി ഇരിക്കുന്നിടത്ത് മറ്റാരും ഡിസ്റ്റർബ് ചെയ്യാത്ത സ്ഥലത്ത് ഇരിക്കുക. ചെമ്പ്രം പടിഞ്ഞോ കസേരയിലോ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. ഇരു കൈകളും നമ്മുടെ മുകളിലായി, കൈകൾ തുറന്നു വെച്ചോ അതിൽ മുദ്ര അറിയാവുന്നവർക്ക് മുദ്രയിലോ ഇരിക്കാം. നട്ടെല്ല് നിവർത്തിക്കൊണ്ട്, നമ്മുടെ താടി കുറച്ച് പൊക്കിക്കൊണ്ട് നമുക്കിരിക്കാം. ഇരു കണ്ണുകളും അടയ്ക്കാം. ഇനി നമ്മുടെ ശ്വാസഗതിയിലേക്ക് മാത്രം, നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കാം. ശ്വാസം അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും സൂക്ഷിച്ച് ശ്രദ്ധിച്ചിരിക്കാം. ഇനി ദീർഘമായ ശ്വാസം എടുക്കുന്ന സമയത്ത് ശ്വാസം അകത്തേക്ക് വരുന്നത് പോസിറ്റീവ് എനർജിയായി, ഒരു വെള്ള നിറത്തിലായി. അത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ശരീരം മുഴുവൻ ആ ശ്വാസം പാസ് ചെയ്യുന്നതായി, തല മുതൽ കാൽപാദം വരെ ആ ശ്വാസം വെള്ള നിറത്തിൽ പോസിറ്റീവ് എനർജിയായി സ്പ്രെഡ് ചെയ്യുന്നതായും സങ്കല്പിക്കാം. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ടോക്സിൻസ്, നെഗറ്റീവ് എനർജീസ് എല്ലാം പുറത്തേക്ക് പോകുന്നത് കറുത്ത രൂപത്തിലായി നമുക്ക് സങ്കല്പിക്കാം. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ദീർഘമായൊരു ശ്വാസം എടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ശ്വാസം എല്ലാ ശരീരാവയവങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യുന്നതായി സങ്കല്പിക്കാം. Breathe out. Breathe in. Hold on. Breathe out. Breathe in. Hold on. Breathe out. Breathe in. Hold on. Breathe out. സ്വാഭാവികമായ ശ്വാസഗതിയിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ശ്വാസം അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും സൂക്ഷ്മമായി നിരീക്ഷിക്കാം. ശ്വാസത്തിലേക്ക് മാത്രമായി ശ്രദ്ധയെ കൊണ്ടുവരാം. നമ്മുടെ ശരീരവും മനസ്സും വളരെയധികം റിലാക്സ് ആയിരിക്കുന്നു. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും തല മുതൽ കാൽപാദം വരെ റിലാക്സ് ആയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തലയിലേക്ക് കൊണ്ടുവരാം. തലയുടെ മുകൾ ഭാഗം, നെറ്റി, മൂക്ക്, കണ്ണ്, വായ, ചെവി, താടി, തലയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എല്ലാം റിലാക്സ് ആയിരിക്കും. ഇരു ഷോൾഡറുകളും ഇരു കൈകളും, ചെസ്റ്റ്, വയറ്, ശരീരത്തിൻ്റെ അരക്ക് മുകളിലുള്ള എല്ലാ ഭാഗങ്ങളും വളരെയധികം റിലാക്സ് ആയിരിക്കുന്നു. അരക്ക് താഴെ കാൽമുട്ട് വരെ റിലാക്സ് ആയിരിക്കുന്നു. കാൽമുട്ടിന് താഴെ കാൽപാദം വരെ എല്ലാ ഭാഗവും റിലാക്സ് ആയിരിക്കുന്നു. ശ്വാസഗതിയിലേക്ക് മാത്രം ശ്രദ്ധയെ കൊണ്ടുവരാം.
ജീവിത വിജയത്തിന് വേണ്ടി നമുക്ക് ഫോർഗീവ്നെസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവർക്കും പുറത്തു കൊടുക്കുകയും മറ്റെല്ലാവരും നമുക്ക് പുറത്തു തരുകയും ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ ഏറ്റവും വലിയ ബ്ലോക്ക് നമുക്ക് നീക്കം ചെയ്യാം. ഫോർഗീവ്നെസ്. നമുക്കാദ്യം മാപ്പ് ചോദിക്കാം. പ്രപഞ്ചനാഥന്, സൃഷ്ടാവിന്, നമ്മുടെ ദൈവത്തിന് ആദ്യം നമ്മൾ മാപ്പ് ചോദിക്കുകയാണ്. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്നിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും എല്ലാ പാപങ്ങൾക്കും ഈ ഒരു അവസരത്തിൽ പ്രപഞ്ചനാഥനോട് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. പ്ലീസ് ഫോർഗീവ്. താങ്ക് യു. നമ്മുടെ ഗുരുനാഥന്മാർ, മാതാപിതാക്കൾ, അവരോട് നമുക്ക് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കാം. അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ നിന്നും വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗുരുനാഥന്മാരോട് മാപ്പ് ചോദിക്കാം. ഗുരുനാഥന്മാരുടെ മുഖം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. എല്ലാവരോടും മാപ്പ്. മാതാപിതാക്കളുടെ മുഖം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടാവാം, ഇല്ലാണ്ടിരിക്കാം. എങ്കിലും അവരോട് നമ്മൾ ഈ ഒരു അവസരത്തിൽ മാപ്പ് ചോദിക്കണം. നമ്മുടെ സഹോദരന്മാരുണ്ട്, അവരോടും ഈ ഒരു അവസരത്തിൽ മാപ്പ് ചോദിക്കുന്നു. നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, അയൽവാസികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. അപരിചിതരുണ്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്തവരുണ്ട്, എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. നമ്മുടെ ശത്രുക്കളുണ്ട്, അവരോടും ഈ ഒരു അവസരത്തിൽ മാപ്പ് ചോദിക്കുന്നു. നമുക്കൊരിക്കലും പുറത്തു കൊടുക്കാനാവാത്ത തെറ്റ് ചെയ്ത ചില പേരുണ്ട്. അവരുടെ ഫേസിനെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്ത് കാരണത്താലാണെങ്കിലും നമ്മുടെ ജീവിത വിജയത്തിനായി, നമ്മുടെ ഫാമിലിയുടെ, നമ്മൾ വിശ്വസിക്കുന്നവരുടെ ജീവിത വിജയത്തിനായി നമുക്ക് അവർക്കും ഈ ഒരു അവസരത്തിൽ മാപ്പ് കൊടുക്കാം. അവരോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ജന്തു, വസ്തു, പക്ഷി, മൃഗാദി ഏത് കാറ്റഗറിയിലാണെങ്കിലും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികളാണ്. എല്ലാത്തിനോടും ഈ ഒരു അവസരത്തിൽ മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. ഇനി നമ്മളോട് ആരെങ്കിലും ചെയ്തു പോയിട്ടുള്ള എല്ലാ വിഷമങ്ങൾക്കും, അവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വന്നുപോയിട്ടുള്ള എല്ലാത്തിനും നമ്മൾ ഈ ഒരു അവസരത്തിൽ മാപ്പ് കൊടുക്കുന്നു. നമ്മുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് കറകൾ നമ്മളിതാ നീക്കം ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് വെച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ ഇനി ആരോടും ദേഷ്യമില്ല. ദേഷ്യമുള്ള ആളുകൾ ഇനി മുന്നിൽ വന്നാൽ പോലും അവർക്ക് നമ്മൾ പുറത്തു കൊടുത്തിരിക്കുന്നു. അവരോട് മനസ്സിൻ്റെ ഉള്ളിലെ കറകളെ നമ്മൾ നീക്കം ചെയ്തിരിക്കുന്നു. താങ്ക് യു. ജീവിത വിജയത്തിനായി ഗ്രാറ്റിറ്റ്യൂഡ് നിർബന്ധമാണ്. ആദ്യമായി പ്രപഞ്ചനാഥന് നന്ദി പറയാം. ഇത്രയും വലിയൊരു ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത്, ഈ ജില്ലയിലെ ഒരുപാട് പഞ്ചായത്തുകൾക്കിടയിലെ ഒരു വീട്ടിൽ നമ്മളെന്ന വ്യക്തി, ഈ ഒരു വ്യക്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് എല്ലാം തന്ന സൃഷ്ടാവിന് നന്ദി. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്സുകളെയും നോക്കിയാൽ ഓരോന്നിനും കോടികൾ വിലമതിക്കുന്നതാണ്. ഇതെല്ലാം ഫ്രീ ആയി കിട്ടിയ നമുക്ക്
എത്രമാത്രം ഗ്രേറ്റ്ഫുൾ, നന്ദിയുള്ളവനാവണം. സോ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്. നമുക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയാം. ഒരുപാട് പേര് നമുക്കുള്ള ഒരുപാട് അവയവങ്ങൾ കുറവുള്ളവരുണ്ട്. സോ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് നന്ദി പറയാം. താങ്ക് യു. ഗുരുനാഥന്മാരോട് നന്ദി പറയാം. താങ്ക് യു. സഹോദരന്മാരോട് നന്ദി പറയാം. താങ്ക് യു. ഭാര്യ, ഭർത്താവ്, മക്കൾ എല്ലാവരോടും നന്ദി പറയാം. ഫാമിലി മെമ്പേഴ്സ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, നമ്മളെ സഹായിച്ചവർ, നമ്മളെ കരയിപ്പിച്ചവർ, നമ്മളെ ദുഃഖിപ്പിച്ചവർ എല്ലാവർക്കും നന്ദി പറയാം. നന്ദി. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും നന്ദി. താങ്ക് യു ഓൾ. നമ്മുടെ ജീവിത വിജയത്തിനായി നമ്മൾ തിരഞ്ഞെടുത്ത ഈ ഒരു ബിസിനസ് അവസരം നമ്മളിലേക്ക് എത്തിച്ച നമ്മുടെ സുഹൃത്തിന് നന്ദി. ഈ ബിസിനസ് അവസരം ക്രിയേറ്റ് ചെയ്ത ഫൗണ്ടർക്ക് ഒരുപാട് നന്ദി. ഈ ബിസിനസ്സിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നന്ദി. ഓഫീസുകളിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്, സ്റ്റാഫുകൾക്ക് നന്ദി. നമ്മളിലേക്ക് ബിസിനസ്സിൻ്റെ ഒരുപാട് അറിവുകൾ പകർന്നു തരുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്, അവർക്ക് നന്ദി. നമുക്ക് സ്വയം നന്ദി പറയാം. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ആക്ഷൻ എടുക്കുന്ന, പ്രവർത്തിക്കുന്ന, ഇതിനു വേണ്ടി പഠിക്കുന്ന നമുക്ക് സ്വയം നന്ദി പറയാം. താങ്ക് യു. നമുക്ക് നമ്മുടെ ജീവിത വിജയത്തിനായി വിഷ്വലൈസേഷൻ നിർബന്ധമാണ്. ഒരു കാര്യം ലോകത്ത് 2 തവണ നടക്കുന്നു. ഒന്നൊരാളുടെ മനസ്സിൽ, 2 ഈ പ്രപഞ്ചത്തിൽ. മനസ്സിൽ ഒരു വട്ടം ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അത് വിശ്വസിക്കുന്നുവെങ്കിൽ അത് പ്രപഞ്ചത്തിൽ നടന്നിരിക്കും. അതിനായി നമുക്കൊരു വിഷ്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഒരു ബെസ്റ്റ് മൊമെൻറ്റ്, ആ ഒരു മൊമെൻറ്റ് ഒരു മെഗാ ഇവൻ്റാണ്. നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ ഒരുപാട് എഫേർട്ട് എടുത്ത്, ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് റിജക്ഷൻസ് ഏറ്റുവാങ്ങി, ഒരുപാട് പേരുടെ കളിയാക്കലുകൾ ഏറ്റുവാങ്ങി, ഒരുപാട് പേര് നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു, ഒരുപാട് പേര് നീ വേറെ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കി. എല്ലാവർക്കും മറുപടിയായി മാസീവായ സക്സസ് നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകാം. ഒരു മെഗാ ഇവൻറ്റ്, ആയിരക്കണക്കിന് ആളുകളെ മുൻനിർത്തി ഒരു മെഗാ ഇവൻറ്റ്. ആ ഇവൻറ്റിൽ ഹാള് നിറയെ ജനങ്ങളാണ്. സ്റ്റേജിൽ ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ട്. സ്റ്റേജിൻ്റെ ഫ്രണ്ട് സീറ്റുകളിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. സ്റ്റേജിനുള്ളിലായി മാനേജ്മെൻ്റ് ഉണ്ട്, നമുക്കിഷ്ടപ്പെട്ട ലീഡേഴ്സ് ഉണ്ട്. സ്റ്റേജിൽ നിന്നും മാസ്റ്റർ ഓഫ് സെറിമണി കൈകാര്യം ചെയ്യുന്ന വ്യക്തി വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ പേര് ആസ് എ അച്ചീവർ നമ്മളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. ആ സമയത്ത് ഒരുപാട് പുറകെ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടി, നിറ കയ്യടിയോടുകൂടി നമ്മൾ ഒരുപാട് പുറകെ നിന്ന് നടന്നു വരുന്ന സമയത്ത് അകമ്പടിയോടുകൂടി ചുറ്റും ബ്ലാക്ക് കാറ്റ്സ് ഉണ്ട്. നടന്നു വരുന്ന സമയത്ത് ഒരുപാട് പേര് വിഷ് ചെയ്യുന്നു. പലരും നമ്മുടെ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ക്യാമറമാൻ നമ്മുടെ അടുത്തേക്ക് വന്ന് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ നടന്ന് സ്റ്റേജിൻ്റെ അരികിലെത്തിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് അവിടെ. എല്ലാവരെയും നമ്മൾ വിഷ് ചെയ്യുന്നു, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. വളരെ സന്തോഷപൂർവ്വം എല്ലാവർക്കും നന്ദി പറഞ്ഞ് സ്റ്റേജിലേക്ക് സ്റ്റെപ്പ് വെക്കുന്നു. സ്റ്റേജിൽ കയറി
നമുക്ക് വേണ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സും കൂടെയുണ്ട്. നമ്മൾ ഇതിലേക്ക് അച്ചീവറായതിന് കാരണക്കാരായ വ്യക്തിയെയും നമ്മൾ കൂടെ വിളിക്കുന്നു. നേരെ സ്റ്റേജിലെത്തി. ഒരു മൊമെൻറ്റോ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റോ നമ്മളിലേക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും, നമ്മൾ റോൾ മോഡലായി കാണുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ആ ഒരു മൊമെൻറ്റോ ഏറ്റുവാങ്ങിയ ശേഷം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഹാപ്പിയാണ്. നമ്മുടെ കൂടെ വന്ന നമ്മുടെ വിജയം ആഗ്രഹിക്കുന്ന എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. ഈ ഒരു മൊമെൻറ്റിൽ MC നമ്മളിലേക്ക് മൈക്കിനെ കൈമാറുന്നു. ഈ മൈക്ക് നമ്മളിലേക്ക് കിട്ടിയ സമയത്ത് വളരെയധികം സന്തോഷം. ആ ഒരു മൈക്ക് പിടിച്ച് നമ്മുടെ ലൈഫിൽ ഇതുവരെ ഇവിടെ എത്താൻ എന്തൊക്കെ കാരണമായി, ഇന്നലകളിലെ ഞാൻ എന്തായിരുന്നു, ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു, ഭാവിയിൽ ഇനി ഞാൻ എന്തെല്ലാം ചെയ്യാൻ പോകുന്നു, എല്ലാം ആ സ്റ്റേജ് മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു സൂപ്പർ മോട്ടിവേഷണൽ സെഷൻ. നമ്മുടെ സ്പീച്ച് കേട്ട് എല്ലാവരും വളരെയധികം ഇൻസ്പയർഡാണ്. എല്ലാവരെയും നോക്കി കോൺഫിഡൻറ്റോടു കൂടി ഭാവി പ്രവചിച്ചുകൊണ്ട് അവിടെ നിന്ന് നന്ദി പറഞ്ഞ്, എല്ലാവർക്കും നന്ദി പറഞ്ഞ് മൈക്ക് MC-ക്ക് കൈമാറി നമ്മൾ ആ സമയത്തുണ്ടാകുന്ന ആ ഒരു നിറ കൈയടി, എല്ലാവരും എണീറ്റ് നിന്ന് നമ്മളെ നോക്കി കൈയടിക്കുന്നു. ബിക്കോസ് ദേ ആർ ഇൻസ്പയർഡ്. ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ മൊമെൻറ്റോയുമായി നേരെ സ്റ്റേജിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കൈ തന്ന് ഒരുപാട് പേര് വിഷ് ചെയ്യുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ലീഡേഴ്സ് വിഷ് ചെയ്യുന്നു. പലരും സെൽഫി എടുക്കാൻ വരുന്നു, ഫോട്ടോ എടുക്കാൻ വരുന്നു, ഓട്ടോഗ്രാഫുമായി വരുന്നു. ദാറ്റ് മൊമെൻറ്റ്, വാ. എല്ലാവരും നമ്മളോട് പറയുന്നു സൂപ്പർ സ്പീച്ച്, ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദൈവത്തിന് മനസ്സിൽ നന്ദി പറഞ്ഞ്, ആ സൃഷ്ടാവിന് നന്ദി പറഞ്ഞ്, നമുക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞ് നമ്മൾ നമ്മുടെ സീറ്റിലേക്ക് പോയിരിക്കുന്നു. എല്ലാം ഒരു വിജയിയായി ബാക്കി എല്ലാ അച്ചീവേഴ്സിൻ്റെയും സ്പീച്ചുകൾ കേൾക്കുന്നു. എല്ലാവരെയും നമ്മൾ ബ്ലെസ് ചെയ്യുന്നു. എല്ലാവരെയും റെക്കഗ്നിഷൻ കാണുന്ന സമയത്ത് എല്ലാവർക്കും നമ്മൾ കൈയടിക്കുന്നു. കാരണം എല്ലാവരും വിജയിക്കുന്നതാണ് നമുക്കിഷ്ടം. എല്ലാവരുടെയും വിജയം നമ്മൾ സന്തോഷപൂർവ്വം ആസ്വദിക്കുന്നു. ശേഷം പ്രോഗ്രാം കഴിയുന്ന സമയത്ത് ഒരുപാട് പേര് അടുത്തേക്ക് വരുന്നു, പരിചയപ്പെടാൻ വരുന്നു. എല്ലാവരും ഒരു റോൾ മോഡലായി നമ്മളെ കണ്ടതിന് ദൈവത്തിന് നന്ദി പറയാം. ഒരു തുള്ളി പോലും അഹങ്കാരമില്ലാണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി നമുക്കറിയാവുന്നത് ചോദിക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. പലരും സെൽഫി എടുക്കുന്നു, ഓട്ടോഗ്രാഫ് വാങ്ങുന്നു. ശേഷം നമ്മുടെ ലീഡേഴ്സിനെയൊക്കെ കണ്ട് എല്ലാവരെയും ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മുടെ ഫാമിലിയും കൂട്ടി നമ്മൾ പുറത്തേക്ക് വരുന്നു. നമ്മുടെ ഇഷ്ട കാർ പുറത്ത് കിടക്കുന്നുണ്ട്. ആ കാറിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആ കാറിൻ്റെ കീ നമ്മളെടുത്ത് നോക്കുന്നു. താങ്ക് ഗോഡ്, നന്ദി പറയണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരുപാട് അച്ചീവ്മെൻ്റ് തന്ന ഈ കമ്പനിക്കും ലീഡേഴ്സിനും എല്ലാവർക്കും നന്ദി. നമ്മുടെ എല്ലാ ടീമംഗങ്ങൾക്കും നന്ദി, എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി. എല്ലാവർക്കും നന്ദി പറഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ മൊമെൻറ്റോ കാറിൻ്റെ ഡിക്കിയിലേക്ക് വെച്ച് നേരെ നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്ന് അതിനുള്ളിലേക്ക് കാറിൻ്റെ സീറ്റിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു. ആ ഒരു മൊമെൻറ്റിൽ കാറിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ കാണുന്നു. കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ അതിൻ്റെ ബ്രാൻഡ് ഉണ്ട്. നമ്മൾ ഡോറടച്ച് ബ്രാൻഡ് ജസ്റ്റ് ടച്ച് ചെയ്യുന്നു. നമ്മൾ സ്വപ്നം കണ്ട ആ ഒരു വെഹിക്കിൾ ഇന്ന് റിയാലിറ്റിയായി മാറിയിരിക്കുന്നു. ആ ഒരു ബ്രാൻഡ് കാർ സ്വന്തമാക്കിയതിൻ്റെ സന്തോഷം നമ്മൾ ഫീൽ ചെയ്യുന്നു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ കൂടെ വണ്ടിയിലുണ്ട്. നമ്മുടെ വെഹിക്കിളുമായി മുന്നിലേക്ക് വളരെയധികം ഹാപ്പിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീങ്ങിയ ശേഷം പ്രോഗ്രാമിൻ്റെ ഒരുപാട് പേര് വിഷ് ചെയ്തുകൊണ്ട് അച്ചീവ്മെൻറ്റും നമ്മൾ നേരെ നമ്മുടെ ഇഷ്ടഭവനത്തിലേക്ക് നമ്മുടെ നാട്ടിലൂടെ ഒരുപാട് സുഹൃത്തുക്കളെ പോകുന്ന വഴിയിൽ കാണുന്നുണ്ട്.
എല്ലാവരെയും കണ്ട് വിഷ് ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. ഗേറ്റ് തുറന്ന് വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുറച്ച് ദൂരെ നിന്ന് നമ്മുടെ വീടിനെ കാണുന്നു. കാർ പോർച്ചിലേക്ക് വണ്ടി സൈഡാക്കുന്നു. വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഡിക്കിയിൽ നിന്നും മൊമെൻറ്റോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ കൈമാറിയ ശേഷം ഒന്ന് നമ്മുടെ മുറ്റത്തുകൂടി നമ്മൾ നടക്കുന്നു. നമ്മുടെ ജീവിതം ഇത്രയധികം വലിയ മാറ്റം കൊണ്ടുതന്ന എല്ലാറ്റിനും നന്ദി പറയുന്നു. അവിടെ മറ്റു വണ്ടികൾ കിടക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വളരെ ഹാപ്പിയായി വീടിനകത്തേക്ക് പ്രവേശിച്ചു. ശേഷം നമ്മളും വീടിനകത്തേക്ക് പ്രവേശിച്ചു. വീടിൻ്റെ ഡൈനിങ് ഹാളും മറ്റെല്ലാം നമ്മൾ വളരെയധികം കൃത്യതയോടുകൂടി എവിടെയാണ് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് എല്ലാം നമ്മളിത് വിഷ്വൽ ഇമേജായി കാണും. ശേഷം നമ്മൾ നമ്മുടെ റൂമിലേക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ച് നമ്മൾ നേരെ നമ്മുടെ ബെഡിലേക്ക് കിടക്കുന്നു. കിടന്ന ശേഷം കണ്ണുകളടച്ച് നമ്മുടെ ജീവിതം മാറി മറിഞ്ഞ ആ വർഷങ്ങൾ നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ച് എല്ലാം നമ്മളൊന്ന് സ്വപ്നം പോലെ ഒന്നുകൂടി നമ്മൾ കാണുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞ് നമ്മൾ കണ്ണുകളടച്ച് കിടക്കും. ഇനി നമുക്ക് നമ്മുടെ ഇരു കൈകളും ഒന്ന് കൂട്ടി ഉരസാം, ഒന്ന് റബ്ബ് ചെയ്യാം. ഒന്ന് കൂട്ടി ഉരസി ചൂടാക്കിയ ശേഷം ഇരു കണ്ണുകളിലേക്കും കൺപോളകളിലേക്കും വെക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ മുഖത്തും ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും നമ്മൾ കൈകൾ കൊണ്ട് തലോടാം. ശേഷം നമുക്ക് നമ്മളെ തന്നെ സ്വയം ഒന്ന് ഹഗ് ചെയ്യാം. നമുക്ക് സ്വയം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. I congratulate you. You are the best. You are the winner. You are the champion. നമുക്ക് നമ്മളെ തന്നെ സ്വയം ഒന്ന് മസാജ് ചെയ്യാം. യെസ്, സെൽഫ് ലവ്. സോ ഇനി നമുക്ക് മെല്ലെ നമ്മുടെ കണ്ണുകൾ തുറക്കാം. താങ്ക് യു.